പ്രിയപ്പെട്ട പഠിതാക്കളെ, ഭൗതികശാസ്ത്രം അതായത് ഫിസിക്സിലെ 1-ാമത്തെ അധ്യായം പ്രകാശപാതയിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 3 ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ദർപ്പണത്തിലെ പ്രതിബിംബം ഉണ്ടാകുന്നത് കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ലെൻസിലേക്കെത്തി. ലെൻസ്, 2 തരം ലെൻസിനെ പറ്റി പഠിക്കുന്നു. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. അതിനുശേഷം കോൺവെക്സ് ലെൻസിലെ ഓരോ പൊസിഷനിലും വസ്തു വെക്കുമ്പോൾ പ്രതിബിംബം എവിടെ ഉണ്ടാകുന്നു, പ്രതിബിംബത്തിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു. അതിനു മുന്നേ നമ്മൾ ഓരോ കിരണങ്ങൾ വന്നിട്ട് ഇത് എങ്ങനെ സമാന്തരമായി വരുന്ന കിരണം ഫോക്കസിൽ കൂടെ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളിതാ ഇവിടെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോകുന്നത് അതേ പാതയിൽ തിരിച്ച് പ്രതിപദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ഈ പറഞ്ഞ ഓരോ പൊസിഷനിലും വസ്തു വെക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്വഭാവം, പ്രതിബിംബം എവിടെ കിട്ടുന്നു എന്നതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒരു 4 ചിത്രം ടെക്സ്റ്റിലുണ്ട്. അതെങ്ങനെയാണ് പ്രതിബിംബം കിട്ടുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. വരച്ച് നമുക്കൊന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശബീമുകളുടെ പാത എപ്രകാരമാണെന്ന്. അതായത് ഒരു വസ്തുവിൻ്റെ ഒരേ ബിന്ദുവിൽ നിന്ന് 2 പ്രകാശബീമുകൾ പുറപ്പെടണം. അപവർത്തനത്തിനു ശേഷം അവ കൂട്ടിമുട്ടുന്നിടത്താണ് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. അതായത് 2 ബിന്ദുക്കളും കൂടെ കൂട്ടിമുട്ടുന്നിടത്ത് പ്രതിബിംബം കിട്ടുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ കണ്ടില്ലേ, ഒരു വസ്തു വെച്ച് വസ്തുവിൻ്റെ ഇവിടെ നിന്നാണ് ഒരേ ബിന്ദുവിൽ നിന്നാണ് 2 പ്രകാശ ബീമും പോകുന്നത്. ഒന്ന് സമാന്തരമായി പോയി ഫോക്കസിൽ കൂടി പ്രതിപദിച്ചു. ഫോക്കസിൽ കൂടി ലെൻസിലേക്ക് വന്ന് ഇവിടെ അപവർത്തനം നടന്ന് ഫോക്കസിൽ കൂടി അത് പോയി. അടുത്തത് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോകുന്നു. 2ഉം കൂടെ കൂട്ടിമുട്ടുന്നിടത്താണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കണം. എങ്ങനെയും വരയ്ക്കാം, നാണയം എടുത്ത് വെച്ചിട്ടും വരയ്ക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെയൊന്ന് വരയ്ക്കുന്നു. പ്രകാശിക കേന്ദ്രം ഇവിടെയായിട്ട് വരുന്നു. ഇനി നമുക്ക് മുഖ്യ അക്ഷം വരയ്ക്കാം. ഇതാണ് മുഖ്യ അക്ഷം. നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കണമല്ലോ. ഓൾറെഡി എല്ലാ ലെൻസിനും ഫോക്കസ് വ്യത്യസ്തമായിരിക്കും. ലെൻസുകൾക്ക് ഫോക്കസ് വ്യത്യസ്തമായിരിക്കും. അടക്കുന്ന അളവ് കറക്റ്റ് ആയിരിക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇത് എഫ്, ഇത് 2F, ഇവിടെയും F 2F. അളവൊന്നും കൂടെ നോക്കട്ടെ കറക്റ്റാണോന്ന്. ഇനി നമുക്ക് 2F'നപ്പുറയാണ് വസ്തു വയ്ക്കുന്നത്. അതായത് ഇത് 2F'നപ്പുറയാണ്. മുഖ്യ ഫോക്കസ് അങ്ങനെ നീട്ടി അങ്ങ് വരച്ചേക്കാം. ടു വസ്തു വെക്കുന്നു. ആദ്യം ഒരു കിരണം സമാന്തരമായി പോയിട്ട് ഫോക്കസിൽ കൂടി പോകണം. വേറൊരു കിരണം പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോകണം. കാണുന്നുണ്ടല്ലോ അല്ലേ? പെന്നും കൊണ്ടൊന്നും കൂടെ വരച്ചേക്ക്. ഇനി വേറൊരു കിരണം
ഇതാ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പെന്നും കൊണ്ടും കൂടെ വരയ്ക്കാം. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് ഇവിടെയല്ലേ? രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് ഇവിടെ. അവിടെയായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വസ്തു 2F'നപ്പുറേ 2F'ന് അപ്പുറം വസ്തു 2F'ന് അപ്പുറേ വെക്കുമ്പോൾ മറുവശത്ത് F'നും 2F'നും ഇടയ്ക്കാണ് പ്രതിബിംബം കിട്ടുന്നത്. ഈ വസ്തുവിനേക്കാൾ ചെറുത് തലകീഴായത് യഥാർത്ഥം. ഇതാണ് 2F'നപ്പുറേ വസ്തു വെക്കുമ്പോൾ. ഇനി നമുക്ക് അടുത്തത് വസ്തു 2F'ൽ വെക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. വസ്തു 2F'ൽ അതിന് നമുക്കൊരു ലെൻസ് വരയ്ക്കാം. പരീക്ഷയ്ക്ക് ഈ പറയുന്ന 1, 2 പിന്നെ അടുത്ത പേജിലുള്ള ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്കവാറും വരലുണ്ട്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് വന്നില്ല എന്ന് വിചാരിച്ച് ഇനി ഉള്ളത് വരാതിരിക്കാൻ സാധ്യതയില്ല, വരും. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വസ്തു 2F'ൽ വെക്കുന്നത് വന്നു, അതിന് മുന്നുള്ള വർഷം വസ്തു 2F'ന് അപ്പുറം വെക്കുന്നത് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നോക്കാം. പ്രകാശിക കേന്ദ്രം അടയാളപ്പെടുത്തി. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് കേട്ടോ പ്രകാശിക കേന്ദ്രം. അത് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് മുഖ്യാക്ഷം ദാ ഇങ്ങനെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി മുഖ്യാക്ഷം ഇങ്ങനെ കടന്നു പോകുന്നു. നമുക്ക് ഫോക്കസൊക്കെ അടയാളപ്പെടുത്തണ്ടേ? F2F. ഇനി വസ്തു 2F'ലാണ് വെക്കുന്നത്. വസ്തു 2F'ൽ ഒരു കിരണം സമാന്തരമായി പോകുന്നു അല്ലേ? സമാന്തരമായി പോയിട്ട് എന്താ സംഭവിക്കുന്നത്? ഫോക്കസിൽ കൂടെ അങ്ങ് പോകും. അത് ഒന്നും കൂടെ പെന്നും കൊണ്ട് വരയ്ക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കിരണം ഇതിലേ പോകും, പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോകും അല്ലേ? പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോകുന്ന കിരണത്തിന് വളവൊന്നുമില്ല. അപവർത്തനം ഇല്ലാതെ അങ്ങ് പോകും. ഇതാ ഒരു കിരണം നമ്മൾ സമാന്തരമായി പോയിട്ട് ഫോക്കസിൽ കൂടി കടന്നുപോയി. വേറൊരു കിരണം പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോയി. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് എവിടെയാണ്? ഇവിടെ. അവിടെ നമുക്ക് വസ്തു കിട്ടി. ഇതേ വലിപ്പം ഈ വസ്തുവിൻ്റെ 2F'ൽ മറുവശത്ത് F ഇവിടെ 2F ഇവിടെ. അത് നിങ്ങൾക്ക് കാണാം. 2F ഇവിടെ ഇങ്ങനെ ഇടാം. 2F'ൽ വെച്ചാൽ മറുവശത്ത് 2F'ൽ വസ്തുവിൻ്റെ അതേ വലിപ്പം, തലകീഴായത് യഥാർത്ഥം. അത് തന്നെയാണ് നമ്മൾ ഈ കോളത്തിൽ പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് അടുത്തത് ഇതാ
വസ്തു ലെൻസിനും എഫിനും ലെൻസിനും ഇടയിൽ, അത് എഫിനും ലെൻസിനും ഇടയിൽ വെക്കുന്നു. നിങ്ങൾ കാണുന്നില്ലല്ലേ, എഫിനും ലെൻസിനും ഇടയിൽ. അത് നമുക്ക് നോക്കാം, നമുക്ക് വരയ്ക്കാം. അവിടെ നമുക്ക് വേഗം ഒരു ലെൻസ് വരയ്ക്കാം. ലെൻസ് വരച്ചു. പ്രകാശിക കേന്ദ്രം, മുഖ്യ അക്ഷം വരയ്ക്കാം. ഇനി ഫോക്കസൊക്കെ നമുക്ക് അടയാളപ്പെടുത്തണം. എഫ് ടു എഫ്, എഫ് ടു എഫ് എടുക്കുന്ന അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇച്ചിരി അളവ് കുറഞ്ഞു പോയി തോന്നുന്നു. ഞാനൊരു ഏകദേശ അളവൊക്കെ എടുത്തത്. ഇനി നമുക്ക് വസ്തു എഫിനും ലെൻസിനും ഇടയ്ക്ക്, എഫിനും ലെൻസിനും ഇടയ്ക്ക് വസ്തുത ഇവിടെ വസ്തു വെച്ചു അല്ലേ. ഇനി ഇവിടെ വസ്തു വെച്ചു. ഇനി എങ്ങനെയാണ് നമുക്കറിയാം, ഒരു കിരണം സമാന്തരമായി പോയി ഫോക്കസിൽ കൂടി പോകുന്നു, വേറൊരു കിരണം പ്രകാശിക കേന്ദ്രത്തിൽ കൂടി പോകുന്നു. പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഒരു കിരണം കാണുന്നുണ്ടല്ലോ, സമാന്തരമായി വന്നു ഫോക്കസിൽ കൂടെ പോകുന്നു. പെന്നും കൊണ്ട് വരയ്ക്കാം. സമാന്തരമായി പോയി ഫോക്കസിൽ കൂടി വേറൊരു കിരണം പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു. അതായത് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു. കണ്ടോ, ഈ കിരണം ഇവിടെ എവിടെയും പ്രതിബിംബം ഉണ്ടാകുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യണം, ഈ അപവർത്തനം നടന്ന് പോകുന്ന കിരണത്തിന് പുറകിൽ കൂടി ഡോട്ടഡ് ലൈൻ വരച്ച് നോക്കാം. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്ത കിരണം, പ്രകാശ കേന്ദ്രത്തിൽ കൂടി പോകുന്ന കിരണം, അതിൻ്റെ പുറകിൽ കൂടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ഈ രണ്ട് കിരണങ്ങൾ കൂടെ ഇവിടെ കൂട്ടിമുട്ടുന്നില്ലേ, കൂട്ടിമുട്ടിയിട്ട് അവിടെ പ്രതിബിംബം രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. ശരിക്കും ഇവിടെ രൂപീകരിക്കുന്നില്ല. അതുതന്നെയാണ് ഇവിടെയും. കണ്ടോ, ഇതാ ഈ കിരണങ്ങൾ ഇങ്ങോട്ടേക്ക് പോയി, ഇതിൻ്റെ മറുവശത്ത് ഡോട്ടഡ് ലൈൻ ഇട്ടു, രണ്ടും കൂടെ കൂട്ടി യോജിക്കുന്ന പോലെ ഇവിടെ തോന്നി. അതാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഇത് യഥാർത്ഥമല്ല, മിഥ്യയാണ്. ഇതിനേക്കാൾ, അതായത് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ, പ്രതിബിംബം രൂപീകരിക്കുന്നതായി തോന്നുകയുള്ളൂ, വളരെ അകലെയില്ല അല്ലേ. എഫിനും ലെൻസിനും ഇടയിൽ നിന്ന് പറഞ്ഞാൽ നമ്മളിതാ ലെൻസിന് വസ്തുവിൻ്റെ പിറകിലെ മിഥ്യ, അതായത് ഇത് വസ്തുവിൻ്റെ പുറകിൽ, ഇത് വസ്തുവിൻ്റെ പുറകിലെ മിഥ്യാ പ്രതിബിംബമാണ്. അപ്പോൾ ഓക്കെ, അത് വരയ്ക്കുന്ന മനസ്സിലായല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ച് കാണിച്ചതാണ്. അപ്പോൾ 2Fനപ്പുറം 2Fൽ
ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വസ്തു 2Fന് അപ്പുറേ നമ്മൾ വെച്ചു, 2Fൽ വെച്ചു. ഇനി വസ്തു ഇല്ല, ഈ Fനും 2Fനും ഇടയ്ക്ക് വെച്ചാൽ എവിടെ കിട്ടും? അതായത് ഇവിടെയുള്ളവരെ വസ്തു 2Fനും Fനും ഇടയ്ക്ക്. അത് ഇതിനകത്ത് വരച്ചിട്ടില്ല, ഞാൻ അതും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് വരച്ച് കാണിക്കാം. മുഖ്യാക്ഷം വരച്ചു. ഇത് പ്രകാശിക കേന്ദ്രമാണല്ലോ. അപ്പം നമുക്ക് ഈ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് F 2F നമുക്ക് ഏത് അളവ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2.5 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്ത്, ഇവിടെ 2.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോ എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മളെന്താണ് പറഞ്ഞത്? Fനും 2Fനും ഇടയ്ക്ക് വസ്തു അല്ലേ? F 2F ഓൾറെഡി ഇവിടെ 2Fന് അപ്പുറേ, ഇവിടെ 2Fൽ. ഇനി Fനും 2Fനും ഇടയ്ക്കുള്ളതാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. Fനും 2Fനും ഇടയ്ക്ക് നമുക്ക് വസ്തു വെച്ചാൽ അതുകൊണ്ട് ഇവിടെ കിട്ടും നോക്കാം. Fനും 2Fനും ഇടയ്ക്ക് വസ്തു. ഓൾറെഡി ഒരു കിരണം സമാന്തരമായി പോയി Fൽ കൂടെ പോകുന്നു അല്ലേ? ഒരു കിരണമോ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു. പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ രണ്ടും കൂടെ 2Fന് അപ്പുറയാണ് കൂട്ടിമുട്ടുന്നത്. ഒന്നും കൂടെ ശരിക്കും വരച്ച് കാണിക്കാം. രണ്ടും കൂടെ ഇവിടെയാണ് കൂട്ടിമുട്ടിയത് അല്ലേ? ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. കണ്ടോ? ഇവിടെ നമ്മൾ പറഞ്ഞു 2Fനും Fനും ഇടയിൽ വസ്തു വെക്കുമ്പോൾ മറുവശത്ത് 2Fന് അപ്പുറേ വലുത് തലകീഴായത്. നമുക്കിവിടെ കിട്ടിയേക്കുന്നു. ഇതിനേക്കാൾ വലുതല്ലേ ഇവിടെ തലകീഴായത് യഥാർത്ഥം. 2Fനും Fനും ഇടയ്ക്ക് വസ്തു. 2Fനും Fനും ഇടയ്ക്ക് വസ്തു വരുമ്പോൾ മറുവശത്ത് 2Fന് അപ്പുറേ ഇതിലും വലുത് തലകീഴായത് യഥാർത്ഥ പ്രതിബിംബം കിട്ടുന്നു. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് വരുമ്പോൾ വരയ്ക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെയാണ് പറഞ്ഞത്. കോൺവെക്സ് ലെൻസിന് നമ്മൾ പറഞ്ഞല്ലോ നടുഭാഗം പൊന്തിയത്. പിന്നെ ഒരു കോൺവെക്സ് ലെൻസ് എപ്പോഴും മറുവശത്ത് പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ എപ്പോഴും അല്ല, ഇപ്പോൾ ഇവിടെ മറുവശത്തുണ്ടായില്ല, അതേ വശത്ത് തന്നെ മിഥ്യാപ്രതിബിംബം കിട്ടി. ഇനി നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ ഒരു ഇത് നോക്കാം. ഇതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ന നടുഭാഗം കുഴിഞ്ഞത്. കോൺകേവ് ലെൻസിൽ വസ്തു വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കോൺകേവ് ലെൻസ് സൈഡ് വലുതായിരുന്നാൽ ശരിയാവില്ലല്ലോ. രണ്ടും ഒരുപോലെ ഇരിക്കണമല്ലോ. കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളെ രേഖാചിത്രത്തിലൂടെ കണ്ടെത്താം. നമുക്ക് നോക്കാം. പ്രതിബിംബം രൂപപ്പെടുത്തുവോ മിഥ്യയാണോ യഥാർത്ഥമാണോ എന്നൊക്കെ നോക്കാം. അതിന് നമ്മൾ Fനും 2F ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തുന്നു. Fനും 2F ഒന്നും ഇതിന് ശരിക്കും അടയാളപ്പെടുത്തേണ്ടതില്ല. എവിടെയെങ്കിലും ഒക്കെ നമ്മൾ വെച്ചാൽ മതി. പിന്നെ ഇവിടെ ഇങ്ങനെ അടയാളം ഇട്ടതുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ.
ഇനി നമ്മളിവിടെ ഒരു വസ്തു വയ്ക്കുന്നു. വസ്തു ഇവിടെ കാണുന്നില്ലേ? ഇവിടെ വസ്തു വയ്ക്കുന്നു. ഒരു കിരണം സമാന്തരമായി പോയി, അത് വിഭ്രജിച്ചു പോയി, അകന്നുപോയി. വേറൊരു കിരണം എന്താണ്? നമ്മൾ പ്രകാശിക കേന്ദ്രത്തിൽ ഇപ്പോൾ കൂടെ കടന്നു പോകുന്നത് വളവൊന്നും ഇല്ലാണ്ട് അങ്ങ് കടന്നു പോകും അല്ലേ? നമുക്ക് നോക്കാം. അപ്പം ഒരു കിരണം സമാന്തരമായി വന്നു, എന്ത് ചെയ്തു? അതങ്ങോട്ട് വിഭ്രജിച്ചങ്ങ് പോയി, വിഭ്രജിച്ച് പോയി. വേറൊന്നോ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി അങ്ങ് പോയി. പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ പോകുന്നതിന് വളവ് വല്ലതും ഉണ്ടോ? ഇല്ല അല്ലേ? ഇനി നമ്മൾ ഈ വിഭ്രജിച്ച് പോയില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡോട്ട് ഇടുക. ഇവിടെ പറയാൻ പറ്റില്ല, വിഭ്രജിച്ച് പോയതാ, ഇങ്ങനെ ഡോട്ട് ഇട്ടു. അപ്പോൾ രണ്ടും കൂടി ഇവിടെ കൂട്ടിമുട്ടിയില്ലേ, ഇവിടെയാണ് പ്രതിബിംബം. നമുക്കിവിടെ കണ്ടോ, ഈ വിഭ്രജിച്ച് പോയിൻ്റെ അടുത്ത് നിന്ന് ഡോട്ടഡ് ലൈൻ വന്നു, ഒന്ന് നേരെ പ്രകാശിക കേന്ദ്രത്തിന് പിന്നെ വളവും ചെരുവൊന്നും ഇല്ലാണ്ട് അങ്ങ് പോയില്ലേ. വിഭ്രജിച്ച് പോയിൻ്റ് ഇവിടെ ഡോട്ടില്ല, രണ്ടും കൂടെ ഈ രണ്ടും ഇതും കൂടെ കൂട്ടിമുട്ടിയത് ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കുഞ്ഞി പ്രതിബിംബത, ഇതിനേക്കാൾ ചെറുത്. പക്ഷേ ഇത് യഥാർത്ഥമല്ല, മിഥ്യയാണ് കേട്ടോ. ഇത് കണ്ടോ, നിവർന്നതാണ് കിട്ടുന്നത്. ഇതിൻ്റെ എല്ലാം ഇപ്പറയൊക്കെ നമുക്ക് തലകീഴായത്, അതായത് ഇവിടെയൊക്കെ നമുക്ക് കണ്ടല്ലോ തലകീഴായ പ്രതിബിംബം, ഇവിടെയും തലകീഴായ പ്രതിബിംബം. പക്ഷേ അതായത് തലകീഴായ പ്രതിബിംബം, ഇവിടെ നിവർന്നതാണ് കിട്ടുന്നത്. നമുക്കൊന്നും കൂടെ നോക്കാം കാര്യങ്ങൾ. ഇത് പറഞ്ഞു മുഖ്യാക്ഷത്ത്. ഇനി അപ്പോൾ ഏകദേശം കോൺകേവ് ലെൻസ്, കോൺവെക്സിലെയൊക്കെ മനസ്സിലായല്ലോ. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരും. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം, ലെൻസിൻ്റെ പവർ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? മറുവശത്ത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്വഭാവമൊക്കെ പറഞ്ഞു. ഇനി ലെൻസിൻ്റെ പവർ. മീറ്റർ ദൂരത്തിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമമാണ് പവർ. അപ്പം മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമമാണ് പവർ. ഇനി പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ, മറന്നു പോകണ്ട, പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ഇനി ഒരു കണക്കാണ്, ഇത് എപ്പോഴോ 1-2 പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, അത്ര വലിയ പേടിക്കേണ്ടതൊന്നുമല്ല, സാധാരണ വരാറില്ല. എന്നാലും നമുക്ക് വരൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. 50 സെൻറ്റിമീറ്റർ, ഇവിടെ മീറ്റർ ദൂരത്തിൻ്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞല്ലോ, മീറ്റർ ദൂരത്തിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമം. അപ്പം ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമമാണ്, മീറ്ററിലുള്ള ദൂരത്തിൻ്റെയാണ് വ്യൂൽക്രമം പറഞ്ഞേക്കുന്നത്. വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഇംഗ്ലീഷിൽ, അതായത് നമ്മൾ ഈ ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും നേരെ ഓപ്പോസിറ്റായിട്ട് ഇടുക, അതായത് വ്യൂൽക്രമം എന്ന് തലതിരിച്ചിടുക എന്ന്. അപ്പം 2-1 2-1 എന്നുള്ളതിൻ്റെ വ്യൂൽക്രമം 2/1 എന്നായിരിക്കും വരുന്നത്. 2-1 എന്നുള്ളതിൻ്റെ വ്യൂൽക്രമം 2/1 എന്നായിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ്, മറന്നു പോകണ്ട. അപ്പോൾ കോൺവെക്സ് ലെൻസിന് 50 സെൻറ്റിമീറ്ററാണ് ഫോക്കസ് ദൂരം. 50 സെൻറ്റിമീറ്റർ. ആ 50 സെൻറ്റിമീറ്ററിനെ മീറ്ററിനാകുമ്പം അര മീറ്ററിൻ്റെ വ്യൂൽക്രമം എത്രയാണ്? 2. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 50 cm സമം അര മീറ്റർ. ഇനി പവർ കാണുക എന്ന് പറഞ്ഞാൽ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമം. ഇവിടെ പവർ കാണാൻ വേണ്ടിയിട്ട് മീറ്ററിലുള്ള ഫോക്കസ് ദൂരം, ഈ മീറ്ററിലുള്ള ഫോക്കസ് ദൂരം
1/2 മീറ്റർ. ഇതിൻ്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ 2/1. 2/1 ആകുമ്പോൾ എന്താണ്? 2 അല്ലേ? അല്ലെങ്കിൽ ഇവിടെ വേറെ രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതെന്ന് പറയാം, മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ ഇതിൻ്റെ വ്യൂൽക്രമം, അതായത് 1/1/2 വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ 1നെ 1/2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വ്യൂൽക്രമം കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പം 1 × 2/1, 2/1 സമം 2. ഇത്രയും ചെയ്യുന്നേക്കാളും ഏറ്റവും എളുപ്പം ഇതാണ്. പവർ കാണാൻ വേണ്ടിയിട്ട് ഫോക്കസ് ദൂരം, ഇത് ഫോക്കസ് ദൂരമാണ്, ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമമാക്കുന്നു പവർ കാണാൻ ഈ ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമം. അത് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇങ്ങനെ വരാം. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് ഓർത്തിട്ടാണ്. 1/1/2, 1/1/2 സമം 1 × 2/1 സമം 2. 2 1 2/1, 2നെ 1 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? ഈ ഒരു കണക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇത് തന്നെ വന്നു 50 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇരുന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെ കോൺവെക്സ് ലെൻസിൻ്റെ 2 ഉപയോഗം എഴുതാൻ പറയും. ഇവിടെ ഒരു 5 ഉപയോഗം കൊടുത്തിട്ടുണ്ട്. 5 ഉപയോഗം എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഉപയോഗം. കോൺവെക്സ് ലെൻസ്, നമ്മുടെ കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ആണ്. കോൺവെക്സ് ലെൻസ് എവിടെയെല്ലാം ഉപയോഗിക്കുന്നു? സിമ്പിൾ മൈക്രോസ്കോപ്പ്, അത് വാച്ച് നന്നാക്കുന്നത് വായനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന പിന്നെ ലെൻസിൽ. പിന്നെ ക്യാമറയിൽ, ടെലിസ്കോപ്പിൽ ഒബ്ജക്റ്റീവായും ഐ പീസായും ഉപയോഗിക്കുന്നു. പിന്നെ മൈക്രോസ്കോപ്പിൽ, നമ്മുടെ കണ്ണിലത് പിന്നെ കോൺവെക്സ് ലെൻസാണ്. നമുക്ക് 2 3 ഉപയോഗം എഴുതാൻ പറഞ്ഞാൽ മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഒക്കെ പിന്നെ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, അപ്പം ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. പവർ എന്ന് പറഞ്ഞാൽ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമമാണ്. അതൊക്കെ ഓർത്ത് വെച്ചോളുക. അടുത്ത നമുക്കൊരു കണ്ണുമായി ബന്ധപ്പെട്ട 1-2 പോയിൻറ്റുകളും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. വേഗം പറഞ്ഞു പോകാം. കണ്ണിലുള്ള കോൺവെക്സ് ലെൻസ് 2Fനപ്പുറം ഇരിക്കുന്ന വസ്തുവിൻ്റെ ചെറുതും തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം റെറ്റിനയിൽ പതിപ്പിക്കുന്നു. റെറ്റിനയിൽ നിന്ന് തലച്ചോറിലേക്ക് വിവരങ്ങൾ അയക്കുന്നത് എങ്ങനെയെന്ന് ജീവശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ബയോളജിയിൽ പഠിക്കും, അല്ലെ പഠിച്ചിട്ടുണ്ടാകും. ബയോളജി നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് പിന്നെ സന്ദേശങ്ങൾ കിട്ടിയാൽ, നമ്മുടെ തലച്ചോറിൽ സന്ദേശങ്ങൾ എത്തിയാൽ, തലച്ചോറും സന്ദേശം പുറപ്പെടുവിച്ചാൽ മാത്രമേ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കൊരു സാധനം എടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ തലച്ചോറ് നമ്മുടെ കൈക്ക് സന്ദേശം കൊടുക്കണം അതിങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു വളരെ മൈന്യൂട്ടായ സമയത്ത് അതൊക്കെ നടന്നു കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അത് നടന്നു കഴിഞ്ഞു, അല്ലേ? പക്ഷേ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വസ്തുവിന് ഇപ്പം നമ്മൾ എത്ര ദൂരെയുള്ളതിനെ നമ്മൾ കാണുന്നു, അല്ലേ? നമ്മുടെ കണ്ണിനകത്ത് ചില പേശികളുണ്ട്, സിലിയറി പേശികൾ. ആ സിലിയറി പേശികൾക്ക് കണ്ണിൻ്റെ പിന്നെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്താൻ പറ്റും. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് സിലിയറി പേശികൾക്കുണ്ട്. അതാണിത് ഇവിടെ പറയുന്നത്. വ്യത്യസ്ത അകലങ്ങളിലുള്ള വസ്തുക്കൾ എപ്പോഴും കണ്ണിലെ ലെൻസിൻ്റെ 2Fനപ്പുറം ആയിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതായത് നമ്മളൊരു കാണുന്നൊരു സാധനം നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസിൻ്റെ 2Fനപ്പുറം ആണെങ്കിലേ കറക്റ്റ് നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. 2Fനപ്പുറം എങ്ങനെ എത്തിക്കുന്നു, അതെങ്ങനെയാണ് സാധ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ, സിലിയറി മസിലുകൾ ഉപയോഗിച്ച് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്താൻ കണ്ണിന് കഴിവുണ്ട്. സിലിയറി പേശികൾ അതുപയോഗിച്ച് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്താൻ കണ്ണിനുള്ള കഴിവ്, ആ കഴിവിനെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് ചിലപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അങ്ങനെ അതായത് ചോദ്യം ഇങ്ങനെ വരും: വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാലും കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തി പ്രതിബിംബം റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഏതൊരു വസ്തുവിനെ കാണണമെങ്കിലും
നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, വസ്തുവിൻ്റെ മേൽ പ്രകാശം പതിച്ച് അത് നമ്മുടെ കണ്ണിലേക്ക് പ്രതിഫലിച്ചാൽ മാത്രമേ നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി കണ്ണിലേക്ക് പ്രതിഫലിക്കുമ്പോൾ കണ്ണിൻ്റെ റെറ്റിന എന്ന ഭാഗത്ത് കറക്റ്റ് റെറ്റിനയിൽ തന്നെ പ്രതിഫലിച്ച് കിട്ടിയാൽ മാത്രമേ ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പ്രതിബിംബം ഉണ്ടാകുന്നത് കണ്ണിൻ്റെ റെറ്റിനയുടെ മുൻപിലോ കണ്ണിൻ്റെ റെറ്റിനയുടെ പുറകിലോ ആയിട്ട് പ്രതിബിംബം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അത് കണ്ണിൻ്റെ ചില അപാകതകളാണ്, നമ്മൾ വഴി ഇപ്പം തന്നെ പഠിക്കും അത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലാതെ എവിടെ വന്നാലും കറക്റ്റ് റെറ്റിനയിൽ തന്നെ പ്രതിബിംബത്തിനെ പതിപ്പിക്കാനുള്ള ആ കഴിവ് സിലിയറി പേശികൾക്കുണ്ട്. അത് ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്താനുള്ള കഴിവ്. ഇനി ഈ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തി കറക്റ്റ് റെറ്റിനയിൽ പതിപ്പിച്ചാൽ പോലും ആ വസ്തുവിൻ്റെ പ്രതിബിംബം നമ്മുടെ റെറ്റിനയിൽ തലകീഴായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ നേരെ കാണുക എന്നത് അത് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ വരുമ്പോഴാണ് നമുക്കതിനെ നേരെയായി കാണുന്നത്, അല്ലേ? അപ്പം നമുക്കൊന്നും കൂടെ ഇത് നോക്കാം. വ്യത്യസ്ത അകലത്തിലുള്ള വസ്തുക്കൾ എപ്പോഴും കണ്ണിലെ ലെൻസിൻ്റെ 2f ആയിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? സിലിയറി മസിലുകൾ ഉപയോഗിച്ച് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്താൻ കണ്ണിന് കഴിവുണ്ട്. വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാലും കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തി പ്രതിബിംബത്തെ റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. കറക്റ്റ് റെറ്റിനയെ തന്നെ പതിപ്പിക്കണം, എങ്കിലേ നമുക്ക് വസ്തുവിനെ ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ റെറ്റിനയെ തന്നെ പതിപ്പിക്കാൻ പറ്റാത്ത ചില കണ്ണുകളുണ്ട്. ചിലരുടെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, ലെൻസിന് ചില അപാകതകളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണടയൊക്കെ ഉപയോഗിക്കാറില്ലേ, വ്യത്യസ്ത പവറുള്ള ലെൻസുള്ള കണ്ണട ഉപയോഗിക്കാറില്ലേ? അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. എന്നാൽ നേത്രഗോളത്തിൻ്റെ വലുപ്പം ലെൻസിൻ്റെ പവറിനെ അപേക്ഷിച്ച് കൂടുകയോ നേത്രഗോളത്തിൻ്റെ വലിപ്പത്തെ അപേക്ഷിച്ച് ലെൻസിൻ്റെ പവർ കൂടുകയോ ചെയ്താൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ രൂപപ്പെടും. വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയാതെ വരും. ഈ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി, അതായത് ഷോർട്ട് സൈറ്റ്. അപ്പം നമുക്ക് ഒറ്റ വാക്കിൽ ഹ്രസ്വദൃഷ്ടി എന്താണെന്ന് പറയാം. പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ പതിയുന്നതാണ് ഹ്രസ്വദൃഷ്ടി. ശരിക്കും പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം റെറ്റിനയ്ക്ക് മുന്നിൽ പതിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിനെ ശരിക്കും കാണാൻ പറ്റത്തില്ല. കണ്ണിൻ്റെ ഈ കഴിവുകേടിനെയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നോക്കേണ്ടത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് നമുക്ക് അനുയോജ്യമായ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഹ്രസ്വദൃഷ്ടി നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ കോൺകേവ് ലെൻസ്. ഇനി അടുത്ത വേറൊരു കാര്യം നോക്കാം. പ്രായമായവർ വസ്തുക്കളെ വളരെ അകലത്തിൽ വെച്ച് നിരീക്ഷിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവരുടെ കണ്ണിലെ ലെൻസിൻ്റെ പവറിനെ അപേക്ഷിച്ച് നേത്രഗോളം ചുരുങ്ങുകയോ നേത്രഗോളത്തിൻ്റെ വലുപ്പത്തെ അപേക്ഷിച്ച് ലെൻസിൻ്റെ പവർ കുറഞ്ഞു പോയതോ ആകാം. പ്രതിബിംബങ്ങൾ അവ്യക്തമായിരിക്കും. റെറ്റിനയ്ക്ക് പിന്നിൽ കൂട്ടിമുട്ടത്തക്ക വിധമാണ് പ്രകാശരശ്മികൾ സഞ്ചരിക്കുന്നത്. ഇത്തരം ന്യൂനതയെ വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ എന്ന് പറയും. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ ന്യൂനത പരിഹരിക്കാവുന്നതാണ്. അപ്പം ശ്രദ്ധിക്കുക, പ്രായമായവരുടെ കണ്ണിൻ്റെ ചില അപാകതകൾ കൊണ്ട് റെറ്റിനയുടെ പുറകിലായിരിക്കും പ്രതിബിംബം പതിയുന്നത്. അങ്ങനെ റെറ്റിനയുടെ പുറകിൽ പ്രതിബിംബം പതിയുന്ന കണ്ണിൻ്റെ ഈ അപാകതയ്ക്ക് വെള്ളെഴുത്തെന്ന് പറയുന്നു. റെറ്റിനയ്ക്ക് പിന്നിലാണ്, പുറകിലാണ് കൂട്ടിമുട്ടുന്നത്. രണ്ട് കിരണങ്ങൾ കൂട്ടിമുട്ടിയാലേ നമുക്ക് കറക്റ്റ് പ്രതിബിംബം കിട്ടുള്ളൂ. അപ്പം ആ അപാകതയ്ക്ക് വെള്ളെഴുത്ത് അല്ലെ പ്രസ് ബയോപ്പിയ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഈ വെള്ളെഴുത്ത് പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വയസ്സായ ആൾക്കാരിലായിരിക്കും വെള്ളെഴുത്ത്. ഏകദേശം 45 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും സാധാരണ ചിലർക്കൊക്കെ വെള്ളെഴുത്ത് വരാറുണ്ട്. അപ്പോൾ ഇനി അതിന് വെള്ളെഴുത്തിന് കോൺവെക്സ് ലെൻസ്, ഹ്രസ്വദൃഷ്ടിക്ക് കോൺകേവ് ലെൻസ്. ഇനി ഇവിടെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കണ്ണ് പരിശോധിച്ചിട്ടുള്ള റിസൾട്ടാണ്. L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐ, R എന്ന് പറഞ്ഞാൽ റൈറ്റ് ഐ. ഇത് ലെഫ്റ്റ് റൈറ്റ്. അച്ഛനും മകനും നേത്ര പരിശോധന കഴിഞ്ഞപ്പോൾ കണ്ണട വാങ്ങുന്നതിന് ഡോക്ടർ കുറിച്ച് കൊടുത്ത ചീട്ട്. മകന് ഉപയോഗിക്കേണ്ട ലെൻസ് കോൺകേവ് ആയതുകൊണ്ട് നെഗറ്റീവ് ചിഹ്നം, അതായത് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസാണ്, പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ്
ലെൻസാണ്. പിന്നെ മകൻ്റെ 2 കണ്ണിൻ്റെയും ഒരേ പവറുള്ളത്. അച്ഛൻ്റെ ലെഫ്റ്റ് ഐക്ക് 2.5 ഡയോപ്റ്ററും റൈറ്റ് ഐക്ക് 2 ഡയോപ്റ്ററുമാണ്. അച്ഛൻ്റെ 2 കണ്ണിന് വ്യത്യസ്ത വ്യത്യസ്ത അളവുകളാണ്, വ്യത്യസ്ത ഫോക്കസ് ദൂരങ്ങളാണ്, വ്യത്യസ്ത അളവാണ് 2 ലെൻസിനും കൊടുത്തേക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ചിഹ്നം കണ്ട കോൺകേവ് ലെൻസും ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ വരും. അച്ഛൻ്റെയും മകൻ്റെയും കണ്ണ് ഡോക്ടർ പരിശോധിച്ചതിന് കണ്ണട വാങ്ങിക്കാൻ കൊടുത്ത ചീട്ടിൽ നിന്ന് മകൻ്റെ ലെൻസ് ഏത് ലെൻസാണെന്നും അച്ഛൻ്റെ ഏത് ലെൻസാണെന്നും ചോദിച്ചാൽ പോസിറ്റീവ് ചിഹ്നമാണെങ്കിൽ കോൺവെക്സ് ലെൻസ്, നെഗറ്റീവ് ചിഹ്നമാണെങ്കിൽ കോൺകേവ് ലെൻസ്. ഇനി നമുക്ക് അടുത്ത വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ധവളപ്രകാശം, സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ പറ്റിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് നോക്കാം, ചിലപ്പോൾ നമ്മുടെ പാഠങ്ങൾ തീരും. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഈ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. ഇനി ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയുള്ളൂ. എല്ലാവരും ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണമൊക്കെ ഒന്ന് വരച്ച് നോക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. പിന്നെ കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടിക്ക്, കോൺവെക്സ് ലെൻസ് വെള്ളെഴുത്തിന്, പിന്നെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുന്ന പ്രതിബിംബം എവിടെയാണെങ്കിലും കറക്റ്റ് റെറ്റിനയിൽ തന്നെ ആ പ്രതിബിംബത്തിന് എത്തിക്കാൻ സിലിയറി പേശികൾക്കുള്ള കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കഴിയുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ അടുത്തടുത്തിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അടുത്ത് തന്നെ ബയോളജിയുടെ 1ാമത്തെ ചാപ്റ്റർ ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതോടൊപ്പം കെമിസ്ട്രിയുടെ ക്ലാസ് ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.